അപ്പോൾ ഫ്രണ്ട്സ്, ബാക്കി നമ്മൾ ഉരുളങ്കിഴങ്ങ് അരിയുകയാണ്. ടൈം വരാൻ പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് അരിയാം. പാർട്ട് 2 അല്ലെങ്കിൽ പാർട്ട് 3 വരെ വരാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഉരുളങ്കിഴങ്ങ് ഒന്ന് അരിയാം. വളരെ കുറച്ച് ഉരുളങ്കിഴങ്ങ് അരിഞ്ഞ് അത് നമ്മൾ അതിലേക്ക് ഇട്ടിരിക്കും. ഉരുളങ്കിഴങ്ങ് പ്രത്യേകം വേണമെന്നുള്ളതാണ് ഉരുളങ്കിഴങ്ങ് അതിലേക്ക് ഇടുന്നത്. അടുത്തതായിട്ട് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് മല്ലിച്ചപ്പ് ഇടാം. എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഒന്ന് എടുത്തിട്ട് തരാം ഫ്രിഡ്ജിൽ. അരിഞ്ഞു വെച്ച പുതിന മല്ലിച്ചപ്പ് ഞാൻ അതിലേക്ക് ഇട്ടിരുന്നു. പിന്നെ ഇവിടെയൊക്കെ വൃത്തിയാക്കേണ്ട ചുമതല എനിക്കാണ്. ഞാൻ വൃത്തിയാക്കൽ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, വൃത്തിയാക്കിയിട്ട് തട്ട പൈസ ചെയ്യോ ഫ്രണ്ട്സ്. ഇനി ചെയ്യേണ്ടത് നമുക്ക് ചീനച്ചട്ടി എടുക്കാം. ചീനച്ചട്ടി എൻ്റെ ഉള്ളിലായിപ്പോയി ഫ്രണ്ട്സ്. ചീനച്ചട്ടി നമുക്ക് എടുക്കാം. വൃത്തിക്ക് ചീനച്ചട്ടി നമ്മൾ അടുപ്പത്തിലേക്ക് ഫ്രണ്ട്സ്, ഞാൻ അടുപ്പത്ത് ഗ്യാസ് കത്തിക്കട്ടെ, എന്നിട്ട് വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഗ്യാസ് കത്തിക്കുക. നമുക്ക് കത്തിക്കും ഒന്ന് ചൂടാവണ വരെ ഒന്ന് കത്തിക്കുക. ഇപ്പോൾ ഇടാൻ പറഞ്ഞത് മല്ലിച്ചപ്പ് ഇടണ്ടെന്നാണ്. ബാക്കി എല്ലായിട്ടും മല്ലിച്ചപ്പ് ഒന്ന് മാറ്റി വെക്കാം. ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിക്കുമ്പോഴേക്കും ഒരു ചെറിയ പേടിയുണ്ട്, ചിലപ്പോൾ ഈ ഫോൺ അയക്കി വീണാലോ. അവിടെ എണ്ണ ഒഴിച്ചിട്ട് ബാക്കി വീഡിയോ. ഫ്രണ്ട്സ്, അടിപൊളിയായിരുന്നു. ചട്ടിയിൽ എണ്ണ ഒഴിച്ചപ്പോൾ പൊട്ടി തെളിച്ചിരുന്നു. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതൊന്ന് അതിലോട്ടില്ല ഒന്ന് കട്ടാക്കിക്കാം. തീ കുറച്ച് വെച്ചിക്കണേ. ഒന്നുമില്ല, വീഡിയോ കാണിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, അതാ ചേച്ചി അയച്ചു കിട്ടുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊന്ന് ഇതുണ്ട് നമുക്ക് കൈക്കഴുത്തുണി വേറെന്താ. ഇതാ അടിപൊളിയായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ നമ്മുടെ ഈ സംഭവം ഇവിടെ ഒന്ന് വേവിച്ച് അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ഇറക്കി കൊടുത്ത് ഗ്യാസൊക്കെ ഒന്ന് ഓഫാക്കി ഒന്ന് വെന്തൊന്ന് നോക്കാൻ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വെന്ത്